അശോകേട്ടൻ പൊളിച്ചു. പുള്ളി കംബാക്ക് അടിപൊളിയായിരുന്നു, സീരിയസ് റോളൊക്കെ നൈസായിരുന്നു. പക്ഷേ പുള്ളിയുടെ രമണൻ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഹക്കിമേക്കൊക്കെ ഒരേപോലെ കൊള്ളായിരുന്നു. ഓവറോൾ അടിപൊളി പടം. വാച്ചോളാം. അതിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാ. പിന്നെ പുള്ളിയുടെ ഒരു പുതിയൊരു നല്ലൊരു വ്യത്യാസമായ റോളായിരുന്നു അശോകേട്ടൻ്റെ. എല്ലാം കൊണ്ട് അടിപൊളിയാ പടം. ആ ലോറിയുടെ സീൻ അടിപൊളിയായിരുന്നു, അവരുടെ മറ്റേ വണ്ടി ലോറി അത് നൈസായിരുന്നു. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി കണ്ടന്റാണ്. അശോകേട്ടൻ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു അടിപൊളി സാധനം ഉണ്ട്, അത് പോയിട്ട് തന്നെ കാണാം, കണ്ടാലേ മനസ്സിലാവും. ഓക്കെ. പിന്നെ മലബാർ ബേസ്ഡ് സ്റ്റോറിയാണ്. ചിലർക്ക് ലാംഗ്വേജ് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അത്രയൊന്നുമില്ല, ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംവിധായകൻ പുതിയ ആളാണ്, ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലതായിരുന്നു. അതിൽ എല്ലാം ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഭയങ്കര രസമായിരുന്നു. സൗണ്ട്, മ്യൂസിക്, BGM എല്ലാം. അതിൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും ഡെഫിനറ്റ്ലി ഫൈസ് എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഫ്രണ്ട് ആയതുകൊണ്ടല്ല ഞാൻ പറയണത്, ആദ്യത്തെ പടമാണെങ്കിലും സൂപ്പറായിട്ടാണ് അഭിനയിച്ചത്. നിങ്ങളെല്ലാവരും എന്തായാലും കടകം കാണണം. അത്രേ ഉള്ളൂ. പടം കുഴപ്പമില്ല, നായകൻ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ഒരു സ്റ്റാർ മെറ്റീരിയൽ ആളാ. ഫൈറ്റ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഒരു മണൽ കടന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. പക്ഷെ ആക്ഷൻ ഉണ്ട്, നല്ല BGM ആണ്, നല്ല സോങ്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം എന്തായാലും നല്ല പടമാണ്. അടിപൊളി പടം, നല്ല ഫുൾ ടൈം കാണാനുള്ള പടമുണ്ട്. ഹക്കിം അടിപൊളി, മുഴുവനിൽ പടം അടിപൊളിയാണ്. ഒന്നും പറയാൻ, കഥയുണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. കടകം കണ്ടിരിക്കാം, കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ഹക്കീമിന്റെ ആക്ടിങ് തന്നെ നല്ല ആക്ടിങ് ആയിട്ടുണ്ട്. നല്ല മൂവിയാണ്, കണ്ടിരിക്കുക എല്ലാവർക്കും. ഫാമിലി മൂവിയാണ്. നല്ലൊരു സിനിമയായിരുന്നു, വിചാരിച്ചേക്കാൾ നല്ലതായിട്ട് ഉണ്ടായിരുന്നു. ആക്ഷനും കൊള്ളാം, എല്ലാം കൊള്ളാം. നല്ല പടം.